ഹായ് ഗൈസ്. അപ്പോൾ നമുക്കിന്നൊരു പുതിയൊരു വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് മോംസ് ടു ബി ഫംഗ്ഷനാണ്. നിമ്മിയുടെ മോംസ് ടു ബി ആണ്. മോംസ് ടു ബി എന്നും പറയാം, ബേബി ഷവർ എന്നും പറയാം. രണ്ടും സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു ആണെന്നുണ്ടെങ്കിൽ മോംസ് ടു ബി എന്ന് പറയുമ്പോൾ മദർ, അമ്മയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബേബി ഷവർ എന്ന് പറയുമ്പോൾ ബേബിക്ക്, അതായത് ജെൻഡർ റിവീലിങ്ങും കാര്യങ്ങളായിരിക്കാം. പക്ഷെ നമ്മളെന്തായാലും ജെൻഡർ റിവീലിംഗ് ചെയ്തിട്ടില്ല, നമുക്കറിയാം. എന്നാൽ പോലും നമ്മൾ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. നിമ്മിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മളെ റൂമിൽ തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം വന്ന ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ അതിൻ്റെ പർച്ചേസിങ് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിന് നമ്മൾ വീഡിയോ അധികം എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോസ് കാണാം. I was a lonely sailor. Show the way. Yeah, I was a heartbeat with no sound till you came around. Yeah, you showed me colors, light in the darkness. You were the only thing I needed. Then we got older, but we stayed the same. Swear that we never lost the flame. No sorry. അങ്ങനെ നമ്മുടെ എഴുത്തുപണി അവസാനിച്ചു. അടുത്ത ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഒരു കാർഡ്ബോർഡ് ഒട്ടിക്കുന്നതാണ്. ഒരു സർക്കിളിൽ കട്ട് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഈ ടെർമോക്കോളിൻ്റെ കട്ടിക്കുള്ള അത്രയും തിക്നെസ് ഉള്ള ഒരു കാർഡ്ബോർഡ് ഒട്ടിക്കുന്നത്. കാർഡ്ബോർഡല്ല, ഒരു വൈറ്റ് കുറച്ച് കട്ടിയുള്ളൊരു ബോർഡാണത്. അത് ഒട്ടിക്കുന്നത്. പക്ഷേ അത് ഈ വാളിൽ ഒട്ടിക്കാൻ, ഈ ഒരു ചുമലിൽ ഒട്ടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. കാരണം എത്ര ഒട്ടിച്ചാലും ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ഇളകി വീഴും. പക്ഷേ അതിനുശേഷം ഈ ഡ്രസ്സിൻ്റെ കൂടെ കിട്ടിയ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് ഉപയോഗിച്ചാണ് ഞാൻ പിന്നെ വാളിൽ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഒട്ടിച്ചത്, ഒരു 3D ലുക്ക് കിട്ടാൻ വേണ്ടി. അത് എത്രമാത്രം ആ ലുക്ക് കിട്ടിയെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നിങ്ങളിപ്പോൾ കുറച്ചൊരു ചിന്തിക്കുന്നുണ്ടാവാം, മോംസ് ടു ബിയിൽ മോമിനെ കണ്ടു, ഫ്രണ്ട്സിനെ കണ്ടു എന്നുള്ളത്. എന്നാൽ ഹസ്ബൻഡ് എവിടെ, അദ്ദേഹമല്ലേ ഫ്രണ്ടിൽ നിൽക്കേണ്ടതെന്ന ചിന്ത ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു ഫംഗ്ഷനിൽ പോയാലും ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരാളുണ്ടാവും അല്ലേ. നമ്മളെ കൂട്ടത്തിൽ ഒരാൾ കാണും ഫോട്ടോ മാത്രം എടുക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ ആ ആളിനെ കൂട്ടത്തിൽ ഒരു ഫോട്ടോസിലും കാണില്ല. റയറായിട്ട് 1-2 ഫോട്ടോസിലോ വീഡിയോസിലോ മാത്രമേ കാണുന്നത്. അതുപോലെയാണ് എൻ്റെ അവസ്ഥയും. കാരണം എൻ്റെ മോംസ് ടു ബിക്ക് പോലും എൻ്റെ വീട്ടിൽ നടന്ന എൻ്റെ പ്രോഗ്രാമിനും ഞാനാണ് എല്ലാവരുടെയും വീഡിയോസ് ഫോട്ടോസ് എടുത്ത് കൊടുക്കുന്നത്. അതിൻ്റെ തിരക്കിലാണ് ഞാൻ.
A few moments later.